ഇതാണ് ആതിര. ആതിര ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. ആതിര ഗൾഫിലോ അമേരിക്കയിലോ പോയിട്ടല്ല നാട്ടിലെത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ കൊടും കാടിനുള്ളിൽ ദിവസങ്ങളോളം ജീവിച്ച ശേഷം നാട് കാണാനെത്തുന്ന പെൺകരുത്താണ് ഇവൾ. ആഴ്ചകൾക്കും മാസങ്ങൾക്കുമൊടുവിൽ അവൾ തിരികെ എത്തിച്ചേരും. ഇവൾക്ക് കൂട്ടെന്നും കാടും കാട്ടുജീവികളും തന്നെയാണ്. ഡീറ്റെയിലായി ഇവളെക്കുറിച്ച് പറഞ്ഞാൽ അതാണ് ആതിര പെരുഞ്ചേരി എന്ന് പറയാം. പച്ച പുതപ്പിച്ച വയലേലകൾ നിറഞ്ഞ പാലക്കാടൻ ഗ്രാമീണതയും കലയുടെ ഇല്ലം എന്ന പെരുമകൂടി പേറിയ പല്ലാവൂർ എന്ന കൊച്ചു ഗ്രാമം. ഈ ഗ്രാമത്തിന്റെ പുതിയ അതിശയമാണ് ആതിര. ആതിര എന്ന 24-കാരി പെൺകുട്ടി കാടിനെയും കാട്ടാറിനെയും കാട്ടുവഴികളെയും സ്നേഹിക്കാൻ തുടങ്ങിയ കഥ ഇങ്ങനെ. എന്നും പ്രകൃതിയും വന്യജീവികളുമൊക്കെ ആതിരയ്ക്ക് പ്രിയങ്കരായിരുന്നു. വേറൊരു ലോകം പോലെയാണ്, ആൾക്കാരില്ലാത്ത ഒരു നല്ലൊരു ലോകം. സ്കൂൾ തലത്തിലും കോളേജ് ജീവിതത്തിലുമൊക്കെ അവളുടെ മനസ്സ് പലപ്പോഴും കാടിന്റെ കാണാക്കാഴ്ചകളിലൂടെ സഞ്ചരിക്കുമായിരുന്നു. ഈ പെൺകുട്ടിക്ക് 2008 ഒരു ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റ് കിട്ടി. MSc വൈൽഡ് ലൈഫ് ബയോളജി ആൻഡ് കൺസർവേഷൻ സർട്ടിഫിക്കറ്റാണ് ആതിര സ്വന്തമാക്കിയത്. ആദ്യമായിട്ട് റിസർച്ചിന് ഇൻഡിവിജ്വലായിട്ട് പോയത് മൂന്നാറിലെ എരവികുളം നാഷണൽ പാർക്കിലാണ്. നീർനായെ പറ്റിയിട്ടായിരുന്നു പഠിക്കാൻ ഞാൻ പോയത്. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴത്തെ ഒരു ഹിൽ സ്ട്രീമിൽ തൊട്ടടുത്ത് ഒരു 2 meters away 2 നീർനായ ഇങ്ങനെ വെള്ളത്തിൽ കളിച്ച് ഞങ്ങളെയൊക്കെ നോക്കി ഒരു 5 മിനിറ്റോളം കാണാൻ പറ്റി. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുന്നു. അങ്ങനെ ആദ്യമായി നീർനായയെക്കുറിച്ച് പഠനം നടത്തി. പിന്നീട് തീസിസിന്റെ ഭാഗമായി അവൾ കാട്ടുപാതയെ കൂട്ടുപിടിച്ചു. കല്ലും മുള്ളും ഭീതി പരത്തുന്ന കാട്ടുമൃഗങ്ങളുള്ള കാട്ടിലേക്ക് അവൾ യാത്ര തിരിച്ചു. ഒറ്റയ്ക്കുള്ള അന്വേഷണത്തിന് അവൾക്ക് കാട് തന്നെ കൂട്ടുപകർന്നു. കാടിനുള്ളിലൂടെ അവൾ കിലോമീറ്ററോളം സഞ്ചരിക്കും. പുഴയിൽ നീന്തി അക്കരെ എത്തും. വിറക് കൂട്ടി തീയുണ്ടാക്കും. പിന്നെ ചിലതൊക്കെ പാചകം ചെയ്തെടുക്കും. ഇതൊക്കെയാണ് ആതിരയുടെ പതിവ് ജീവിത രീതി. ഉറങ്ങാൻ മാത്രം അവൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടിടത്തിലേക്ക് പോകും. ഇപ്പോൾ ഈ പെൺകരുത്ത് ചോല പുൽമേടുകളെക്കുറിച്ചാണ് പഠനം നടത്തുന്നത്. ഈ പുൽമേടിനെ പറ്റി പഠിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു 10 ദിവസത്തിന്റെ വർക്കാണ്. അപ്പോൾ വെസ്റ്റേൺ ഗാട്സ് ഫുള്ളായിട്ട് കവർ ചെയ്യും. ഈ അന്വേഷണ വഴിയിൽ ആനയ്ക്ക് മുന്നിൽ ഒറ്റപ്പെട്ട നിമിഷങ്ങളും പുലിക്കും കടുവയ്ക്കും അടുത്ത് അകപ്പെട്ടുപോയ നിമിഷങ്ങളും ആതിരയ്ക്കുണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് ആനയുടെ ഉള്ളിൽ പോയി പെടുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കിലായിരുന്നു. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഭയങ്കര പേടി തോന്നി. പിന്നെ വാച്ചേഴ്സൊക്കെ നല്ല സ്കിൽഡായ കാരണം അവർ ഞങ്ങളെ മാറി വേറൊരു റൂട്ടിൽ കൂടെ കൊണ്ടുപോയി. എന്നിട്ടും നമുക്കൊന്നും പറ്റിയില്ല. ആന അറ്റാക്ക് ചെയ്തതൊന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഓരോരോ എക്സ്പീരിയൻസ് രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യും.
നിരീക്ഷണ കുതുകിക്ക് മറ്റൊരു വിനോദം കൂടിയുണ്ട്. യാത്രക്കിടയിലെ സ്റ്റൈൽ ആൻഡ് ഫോട്ടോകൾ കയ്യിലെ ക്യാമറയിൽ പകർത്തിയെടുക്കാൻ അവൾ മറക്കാറില്ല. ഓരോ ദിവസവും കിട്ടുന്ന ഫോട്ടോകൾ ലാപ്ടോപ്പിലേക്ക് പകർത്തിവെക്കും. ആതിരയ്ക്ക് കാട്ടിൽ സഹായത്തിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായവും ആദിവാസികളുടെ ഹെൽപ്പും കിട്ടാറുണ്ട്. കാട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിറ്റ് ഉണ്ടാവും കയ്യിൽ. അപ്പോൾ ആ പെർമിറ്റും കോട്ട് ചെയ്തിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യൽസിനെ അറിയിക്കും, അവിടുത്തെ DFOനെയോ റേഞ്ചേഴ്സിനെയൊക്കെ. എന്നിട്ട് അവർ ഫീൽഡ് അസിസ്റ്റൻസിനെ ശരിയാക്കി തരും. എന്നിട്ട് അവിടെ എത്തി ആ പോയിന്റിൽ പോയി ഫീൽഡ് അസിസ്റ്റൻസിൻ്റെ ഒക്കെ കൂടെ പോയി കാട്ടിൽ ആൻറ്റി പോച്ചിങ് ക്യാമ്പ്സിലോ അവിടെ ഏതോ അക്കോമഡേഷൻ അവൈലബിൾ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് എല്ലാ ദിവസവും രാവിലെ ഒരു 8:30-9 ഇറങ്ങിയിട്ട് ഒരു ഉച്ചയ്ക്ക് മാത്രം ബ്രേക്ക് ഉണ്ടാവും ലഞ്ചിന്. എന്നിട്ട് തിരിച്ച് വരുന്നത് ഒരു 5 or 6 in the evening. അങ്ങനെ ഒരു ദിവസത്തിന്റെ ഫീൽഡ് വർക്ക്. ദുർഘടങ്ങളായ വഴുക്കൻ പാറയും കാട്ടുവഴികളും സമ്മാനിച്ച വീഴ്ചയും മറ്റ് പ്രശ്നങ്ങളും ഈ കാടിന്റെ കൂട്ടുകാരിക്ക് വിഷമം സമ്മാനിച്ചിട്ടുണ്ട്. എങ്കിലും ഇതൊക്കെ ഈ ഉഷാറുള്ള ജീവിതത്തിലെ പ്രോത്സാഹനമായിട്ടാണ് ആതിരയ്ക്ക് തോന്നാറ്. ശരിക്കും ആ പാഷൻ ഇല്ലെങ്കിൽ ഇതൊരു അത്ര റിവാർഡിംഗ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയി തോന്നില്ല. കാടിന്റെ അഭൗമമായ സൗന്ദര്യത്തിൽ അവൾ അറിയാതെ പാടിപ്പോകുന്നുണ്ട്. അനൽ മേലെ പനിത്തുളി അലൈപ്പായും ഒരു കിളി മരം തേടും മഴത്തുളി ഇവൈ താനേ ഇവളിനി ഇമൈ രണ്ടും തനി തനി ഉറക്കങ്ങൾ ഉറൈപ്പനി എതർക്കാക തടൈ നീ. അതെ, ഈ കിളി പാറിപ്പറന്ന് നടക്കുകയാണ് കാടിന്റെ സൗന്ദര്യക്കാഴ്ചകൾ നുകർന്നുകൊണ്ട്. ഒപ്പം ആരും കടന്നു ചെല്ലാത്ത ജീവിത വഴിയിലേക്ക് ഒരു പെൺകിളി കൂടി ചിറകടിച്ചു പായുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ഇവിടെയാണ് ഈ മലയാളി പെണ്ണ് ശ്രദ്ധേയയാകുന്നത്. നമുക്കും അഭിമാനിക്കാം അവൾ തിരഞ്ഞെടുത്ത ഈ സ്റ്റൈലൻ പാതയെക്കുറിച്ചോർത്ത്.